ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. വിദ്യാലയങ്ങളെ സർക്കാർ അടച്ചുപൂട്ടലിൽ നിന്ന് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്ന് മന്ത്രി എം. വി. രാജേഷ് തിരുമിറ്റക്കോട് അഖിലാണം ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടിയാലും പകലാണ് സ്കൂൾ അടച്ചുപൂട്ടിയാലും ഇവിടെയുള്ള സാധാരണക്കാരന്റെ മക്കൾ അവിടെ പഠിക്കും. ഇത് പൂട്ടി വെക്കണം. അപ്പൊ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇറങ്ങും. എന്നിട്ട് വലിയ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ പൂട്ടാതിരിക്കുമ്പോ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ ക്ലാസ് മുറിയിൽ കയറിയപ്പോഴേ ഇവിടുത്തെ പരിതാപകരമായ അവസ്ഥയൊക്കെ പറഞ്ഞല്ലോ, പഴയ അവസ്ഥ പറഞ്ഞല്ലോ, അതിനേക്കാൾ പരിതാപകര. അടച്ചുപൂട്ടൽ നേരിട്ടിരുന്ന തിരുമിറ്റക്കോട് അഖിലാണം ഗവൺമെന്റ് LP സ്കൂളിൽ 90 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നിങ്ങളോടെല്ലാം വിശദീകരിച്ചു. ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന നിങ്ങൾക്കെല്ലാം അല്ലാതെ തന്നെ അറിയുകയും ചെയ്യാം എന്തായിരുന്നു ഈ സ്കൂളിന്റെ അവസ്ഥ എന്നുള്ളത്. പ്രസിഡന്റും പറഞ്ഞു 2021 ഈ സ്കൂളിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണം എന്നാലോചിച്ച കാര്യം. അതിന് ഒരു മുൻഗണന കൊടുത്താണ് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചത്. അങ്ങനെയാണ് 90 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇതിന് ലഭ്യമാക്കിയത്. ഇത്ര വലിയൊരു തുക 50 കുട്ടികൾ മാത്രമുള്ളൊരു സ്കൂളിന് ലഭ്യമാക്കുക എന്നത് സാധാരണഗതിയിൽ എളുപ്പമല്ല, കിട്ടുന്നതല്ല. അതായത് ഏതാണ്ട് ശരാശരി ഒരു കുട്ടിക്ക് 2 ലക്ഷം വെച്ചായി. ചടങ്ങിൽ തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് KP വിപിലേഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷർമിള, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജില രതീഷ്, MG രാജഗോപാലൻ, P മണികണ്ഠൻ, AEO K പ്രസാദ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് P കനകാംബിക, PTA പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.